Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതു തല വാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. പൗലോസ്ലിഹ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയാണ്. നടന്ന് ആഥൻസിലെത്തിക്കഴിഞ്ഞപ്പോൾ പൗലോസ്ലിഹയ്ക്ക് തോന്നി, ഇവിടെ ആൾക്കാരൊന്നുമല്ല, ഇച്ചിരി ബുദ്ധിയും വിവരമുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഫിലോസഫിക്ക് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. അദ്ദേഹം നോക്കിയപ്പോൾ ഒഴിഞ്ഞു കിടന്ന ആരുടേതെന്ന് പേരറിയാത്ത ഒരു ദേവൻ്റെ അമ്പലം. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. നല്ല വാക്ചാതുര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന ആരും അറിയാത്ത ദേവൻ്റെ അമ്പലമില്ലേ? ആ ആരും അറിയാത്ത ദേവൻ ആരെന്നറിയുമോ? അത് ക്രിസ്തുവാണ്. കൂടുതലൊന്നും പറയണ്ട. ആ പ്രസംഗം കഴിഞ്ഞതും പൗലോസ്ലിഹ ആകെ നാണക്കേടുകൊണ്ട് തിരിച്ചെത്തി. കൊറിന്തോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇത് പറയുന്നുണ്ട്: ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വേറെ ഒന്നിനെക്കുറിച്ചും എനിക്ക് പറയണമെന്നുണ്ടായില്ല, ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പറയാനേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഏഥൻസിൽ വെച്ച് പൗലോസ്ലിഹയ്ക്ക് ക്രിസ്തു അല്ലാത്ത മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ ദുരനുഭവം അയാളുടെ ജീവിതത്തിൽ ഒരു പാഠം നൽകി. അങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞ് ആ ക്രിസ്തുവിനെ മാത്രം സ്നേഹിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട കുറച്ച് യുവജനങ്ങളാണ് ഇന്ന് ക്രൈസ്റ്റ് ഇൻ യൂത്തിൽ നമ്മോടൊപ്പമുള്ളത്. ലെറ്റ്സ് വെൽക്കം ഗാഗുൽത്ത യൂത്ത് ആർമി ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. Christ in youth. നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത നീരരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത നീരരുവി പോലെ. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും. നീയായിത്തീരും, തേനരുവി പോലായിത്തീരും.
ചങ്ക് ചക്കച്ചാ ചങ്ക് ചക്കച്ചാ ചക്ക ചങ്ക് ചക്കച്ചാ. Christ in youth. കർത്താവായ യേശുവേ, ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകമായി ഞങ്ങളെ 12 പേരെ അങ്ങ് വിളിച്ചു കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. അങ്ങ് ചൂസ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സമയങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുവാൻ പോവുകയാണ്. അങ്ങയുടെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സ് തുറന്നുകൊണ്ട് അങ്ങ് സംസാരിക്കുന്ന വചനങ്ങൾ ശ്രവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ. മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം, ധർമ്മം, നീതി, ന്യായം എന്നിവ ശീലിപ്പിക്കാനും സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി, അലങ്കാര പ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനുമത്രേ ഇവ. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. മകനെ, നിന്റെ പിതാവിൻ്റെ പ്രബോധനം ചെവികൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കവുമത്രേ. മകനെ, പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, വരുക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം, അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം. അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെ ആയിത്തീരും. വലിയ വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും. കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം. ഞങ്ങളോട് പങ്കുചേരുക, നമുക്കൊരു പണസഞ്ചി മാത്രം. മകനെ, നീ അവരുടെ വഴിയെ പോകരുത്, അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക. സ്നേഹം നിറഞ്ഞ ഈശോനാഥ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളോട് ഈ സമയം സംസാരിക്കുമായിരുന്നല്ലോ. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ദൈവഭയമുള്ളവന് ജ്ഞാനം ലഭിക്കുന്നു എന്നെല്ലാം ഞങ്ങൾ ഈ വചനത്തിലൂടെ മനസ്സിലാക്കി. ഈശോനാഥ, ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവഭയം എന്തെന്ന് മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. പ്രത്യേകമായി തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ചീത്ത സ്വഭാവങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നോ പറഞ്ഞ് ഓടി അകലുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചിരിക്കുവാണ്. ആ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്ന പഠന മേഖലകളെയും ജോലി മേഖലകളെയും എല്ലാം ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോനാഥ, തെറ്റിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് നന്മയുടെ പാതയിലേക്ക് നടന്നു നീങ്ങുവാൻ, അങ്ങയുടെ ജ്ഞാനം സ്വായത്തമാക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ആരാധനയിലൂടെ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നുള്ളം തിരയുന്നൊരേ സ്നേഹം നീ മാത്രമേ. പിന്നിരവിലും കനവിലുമായി തിരയുന്നൊരെൻ ദൈവമേ. പിന്നെ നിൻ സ്വന്തമാക്കിടും, പിന്നെ നിന്നാദമാക്കിടും, പിന്നെ നിൻ സ്വന്തമാക്കിടും, പിന്നെ നിന്നാദമാക്കിടും. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ ദൈവമേ, അണയുന്നു ഞാൻ
മനുഷ്യൻ്റെ ഹൃദയം തിരയുന്നതെല്ലാം സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലും. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് നാം എല്ലാവരും സൗഖ്യമുള്ളവരായിത്തീരുന്നതെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ലഭിച്ച സൗഖ്യത്തിൻ്റെ കഥ നമ്മളോട് വിവരിക്കുന്നു ഫെബ. ഇന്നത്തെ യൂത്ത് ഐക്കൺ ഫെബയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഫെബ. ഞാൻ മണലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഗാഗുൽത്ത യൂത്ത് ആർമിയിലൊരു മെമ്പറാണ്. ആദ്യമേ തന്നെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ഞാൻ HB ലെവലിൽ വേരിയേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ജനുവരിയിൽ 5th HB ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 5.2 ആയി. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സിവിയർ അനീമിക് കണ്ടീഷനാണ്, മെഡിക്കൽ കോളേജിൽ എന്തായാലും അഡ്മിറ്റ് ആവണം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നു. അപ്പോൾ ഡോക്ടർ എന്തായാലും പറഞ്ഞു അഡ്മിറ്റ് ആവാതെ പറ്റിയിട്ടില്ല, കാരണം സിവിയർ അനീമിക് കണ്ടീഷനാണ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായോടുകൂടി ആകെ ടെൻഷനായി, കാരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം, ആകെ കൂടി ഒരു വെപ്രാളം ഇതായി. അപ്പോൾ അന്നേരം ഈശോയോട് ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ബോഡിക്ക് അത് ഇങ്ങനെ എടുക്കും. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു അത് വേണ്ട, പിന്നെ ചില ഡോക്ടേഴ്സ് പറയും അത് വേണം. അപ്പം ഞാൻ തന്നെ ഗാഗുൽത്താനോട് പറഞ്ഞു, ഈശോയെ ബ്ലഡ് കയറ്റാത്തൊരു സിറ്റുവേഷനിൽ എൻ്റെ ബോഡി ഓക്കെ ആക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം, ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുക, നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 1 വീക്ക് ലാസ്റ്റ് ആവുന്നതോട് കൂടിയിട്ട് എൻ്റെ ബ്ലഡിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 6.9 ഹൈ ആയി. അതിനുശേഷം ഡിസ്ചാർജ് പറഞ്ഞു. പക്ഷേ നോർമൽ കണ്ടീഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം എൻ്റെ അമ്മാമ്മ ഞാൻ ഗാഗുൽത്തയിൽ സാക്ഷ്യം പറയാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ ഗാഗുൽത്തനാഥനോട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്ന സമയമായിരുന്നു, എങ്ങനെയെങ്കിലും 12 അല്ലെങ്കിൽ 13 എന്ന ലെവലിലോട്ട് എത്തണം. അപ്പോൾ ഗാഗുൽത്തനാഥന് ഒരുപാട് അന്നേരം ഈശോയുടെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ ഈശോ എനിക്കത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന ഒരു സ്വഭാവത്തോടെ എത്തി. കാരണം ഇടയ്ക്ക് തല കറങ്ങി വീഴുക, സ്റ്റെപ്പ് കയറുമ്പോൾ കിതയ്ക്കുക, എങ്ങനെയൊക്കെയോ ലൈഫിൽ ഈശോ ഇടപെട്ട ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെ ഞാൻ കോളേജിൽ പോയി. അവിടെ വെച്ച് ഒരു 2 വീക്സോളം ഞങ്ങൾ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഞാൻ HB ടെസ്റ്റ് ചെയ്തപ്പോൾ 11.9 ഹൈ ആയി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ തന്ന ഒത്തിരി വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണത്. ഞാൻ അന്നേരം ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു, ഇനി ഇത് കുറയരുതേ ഈശോ, ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനേലും പറ്റിയാൽ മതിയായിരുന്നു, ഇനി കൂടിയില്ലെങ്കിലും കുഴപ്പത്തില്ല, ഇള്ളയിലും മെയിൻറ്റെയിൻ ചെയ്താൽ മതിയെന്ന്. വീണ്ടും ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ വീണ്ടും 11 തന്നെ എത്തി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Christ in youth. ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. നമ്മൾ ഈ നിമിഷം പതിവ് പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുന്ന എല്ലാ വ്യക്തികളെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ദൈവം തൊടണം എന്ന് അത്യാവശ്യമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ഒന്ന് ഓർത്തെടുക്കാം. ആ വ്യക്തികളെ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളിപ്പോൾ ഒന്ന് ചേർന്ന് സമർപ്പിക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടാകാം, ശാരീരിക മേഖലകളിൽ മാറ്റം വരേണ്ടതുണ്ടാകാം, അസ്വാസ്ഥ്യങ്ങൾ എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ടാകാം. നമ്മൾ ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ ഒരു കൂട്ടായ്മ അനുഭവമാണ് നമുക്ക് കടന്നു വരിക. ഈ കൂട്ടായ്മയിൽ തമ്പുരാനുണ്ട്. തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകളെ ശ്രവിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ വളരെ പ്രത്യേകമായി ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ ദൈവമേ തൊടുന്നതിനെ ഓർത്ത് നന്ദി എന്ന് പറഞ്ഞ് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന, സ്തുതി സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Christ in youth.
മലങ്കര റീത്തിലെ മനോഹരമായൊരു ഗാനമുണ്ട്. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു, അവനീ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അഗ്നിമയന്മാർ പോലും വിറച്ചു പോകുന്ന ആ ഭയഭക്തിയോടെ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചസ്ഥായിയുമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും നമുക്ക് ആത്മീയ ഉപദേശങ്ങൾ നൽകുവാനും ഇന്നും നമ്മോടൊപ്പമുള്ളത് നിക്സൺ ചാക്കോരിയ അച്ഛനാണ്. വെസ്റ്റ് ചാലക്കുടിയിലെ വികാരി അച്ഛൻ. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ക്രൈസ്റ്റ് ഇൻ യൂത്തിലേക്ക് സ്വാഗതം ചെയ്യും. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. ഇരിക്കല്ലേ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് കുറേയും കൂടി ആധികാരികമായി പഠിക്കുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. നിങ്ങളൊക്കെ ആദ്യ കുർബാന സ്വീകരിച്ച ആ ദിവസങ്ങളൊക്കെ ഇന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, മെഴുകുതിരി കയ്യിലെടുത്ത്, വെള്ള പൂച്ചെണ്ട് കൈകളിൽ ആയി, കിരീടമൊക്കെ ധരിച്ച് നിങ്ങൾ ഈശോയെ സ്വീകരിക്കുവാൻ എത്രയോ നന്നായി ഒരുങ്ങി വന്നതാണ്. വിശുദ്ധ കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? സമർപ്പണം. അതെ, സമർപ്പണമാണ്. ഈശോ കാൽവരിയിൽ പിതാവായ ദൈവത്തിന് തന്നെ സമർപ്പിച്ചതുപോലെ ഞാനും നിങ്ങളും അൾത്താരയിലേക്ക് അണയുമ്പോൾ നമ്മെ തന്നെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ കുർബാനയിൽ. കുർബാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന അപ്പമാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ച ഒരു കൂദാശയാണ് വിശുദ്ധ കുർബാന. ആത്മാവിൻ്റെ ഭക്ഷണമായി അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ ഗോതമ്പപ്പവും വീഞ്ഞും, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം നിറഞ്ഞതാണ് ഈ കുർബാന എന്ന കൂദാശ. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായിട്ട് ദൈവം നമുക്ക് നൽകുന്നത് ഗോതമ്പപ്പത്തിൻ്റെയും മുന്തിരിച്ചാറിൻ്റെയും സാദൃശ്യത്തിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വം കൂടിയതാണ്. വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നത് ഇപ്രകാരമാണ്. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിലാണത് പറയുന്നത്. ഈശോയുടെ ശരീരവും രക്തവും ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിശ്വാസം കൊണ്ടാണ് നമ്മളത് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഏറ്റവും ആദ്യമായിട്ട് വിശുദ്ധ കുർബാന ഈശോയുടെ ശരീര രക്തവുമായിട്ട് മാറിയത് ലാൻസിയാനോ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു ആശ്രമ ദേവാലയത്തിൽ വെച്ചാണ്. 750 AD അത് നടക്കുന്നത്. 200ഓളം സ്ഥലങ്ങളിൽ ഈ ഈശോയുടെ ശരീരം യഥാർത്ഥ ശരീരവും രക്തവുമായി മാറിയിട്ടുണ്ട്. കർത്താവിൻ്റെ ഈ ശരീരം 4 മാനങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, യേശുവിൻ്റെ ഫിസിക്കൽ ബോഡി. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഈശോ പിറന്നു, ഭൂജാതനായി കാൽവരിയുടെ നിറകിൽ ഈശോ മരിച്ചു. അപ്പോൾ ഈശോയ്ക്ക് ഒരു ശരീരമുണ്ട്, എനിക്ക് നിങ്ങൾക്കുള്ളതുപോലെ ശരീരമുണ്ട്. അപ്പോൾ ഈശോയുടെ ഫിസിക്കൽ ബോഡി. രണ്ടാമത്, ഈശോയ്ക്ക് ഒരു റിസൺ ബോഡിയുണ്ട്. ഉത്ഥാനം ചെയ്ത ഈശോ കതകും ജനലും ചവിട്ടി പൊളിച്ചിട്ടല്ല സ്ലീഹന്മാരുടെ അടുത്തേക്ക് കടന്നു വന്നത്. അവർ കതകും ജനലും അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഉള്ളിലേക്ക്, ആ മുറിയിലേക്ക് ഈശോ കടന്നു വന്നു. ഉത്ഥാനം ചെയ്ത ഈശോയുടെ ശരീരം, ദ റിസൺ ബോഡി. മൂന്നാമത്തെ ശരീരം ദ മിസ്റ്റിക്കൽ ബോഡിയാണ്. അതായത് ഞാനും നിങ്ങളും ഒക്കെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. സഭ, അതുപോലെ തന്നെ കുടുംബം, ഇപ്പം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കും, നമ്മളൊക്കെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്, മൗതിക ശരീരമാണ്. പൗലോസ് അപ്പസ്തോലനോട് കർത്താവ് പറഞ്ഞില്ലേ, നീ ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നു, അതായത് നസ്രായനായ യേശുവിനെ നീ പീഡിപ്പിക്കുകയാണ്. പൗലോസ് ചോദിക്കുന്നു, ഞാൻ അങ്ങയെ പീഡിപ്പിച്ചില്ലല്ലോ. അതായത് ഈ ചെറിയവരിൽ ഒരുവനെ പോലും നാം പീഡിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ആർക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്? ഈശോയ്ക്ക് കൊടുക്കുന്ന തുല്യമാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ആരുണ്ട്? ഈശോ ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു മൗതിക ശരീരത്തിൻ്റെ ഭാഗമാണ്. നാലാമത്തതാണ് സാക്രമെൻ്റൽ ബോഡി. അതാണ് പുരോഹിതൻ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ, ഔദ്യോഗികമായ പ്രാർത്ഥനകൾ ഉച്ചരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടു കൂടി കർത്താവ് ഈശോ മിശിഹ പെസഹായുടെ ദിനത്തിൽ സെഹിയോൻ മാളികയിൽ പറഞ്ഞ ആ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ ആ എഴുന്നള്ളിപ്പും കൂടി
ഈ ഗോതമ്പപ്പവും മുന്തിരിച്ചാറും ഈശോയുടെ യഥാർത്ഥ ശരീരവും രക്തവുമായി മാറുന്നു. ഈ മാറുന്ന പ്രക്രിയയെ പറയുന്നൊരു പേരാണ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അല്ലെങ്കിൽ സത്താഭേദം എന്ന് പറയും. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. ഈ ഗോതമ്പപ്പത്തിൻ്റെ രുചിക്ക് മാറ്റമില്ല, ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിന് മാറ്റമില്ല, നിറത്തിന് മാറ്റമില്ല, പക്ഷെ അതിൻ്റെ സത്തയ്ക്ക് മാറ്റം വന്നു. അത് ഗോതമ്പപ്പം എന്നല്ല പറയുക. ആ കുർബാനയിൽ ആ തിരുവോസ്തിയെ നമ്മൾ കർത്താവിൻ്റെ ശരീരം എന്നാണ് പറയുക. മുന്തിരിച്ചാറിനെ നാം കർത്താവിൻ്റെ രക്തം എന്നാണ് പറയുക. ഇനി അത് മുന്തിരിച്ചാറല്ല. കർത്താവിന് വെള്ളത്തെ മുന്തിരിച്ചാറാക്കാൻ പറ്റുമെങ്കിൽ, ഈ മുന്തിരിച്ചാറിനെ കർത്താവിൻ്റെ രക്തമാക്കി മാറ്റാൻ പറ്റുന്നുവെങ്കിൽ, അത് ആ കർത്താവിൻ്റെ ആ വാക്ക് വീണ്ടും കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കാളിയാകുന്ന ഒരു പുരോഹിതൻ ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ കർത്താവ് ആ അപ്പത്തെയും ആ വീഞ്ഞിനെയും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറ്റുന്നു. അപ്പോൾ നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നാം സ്വീകരിക്കുന്നത് ഗോതമ്പ് അപ്പമല്ല, ഈശോയുടെ യഥാർത്ഥ ശരീരവും യഥാർത്ഥ രക്തവുമാണ്. അപ്പോൾ അതുകൊണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പങ്കുപറ്റുകയാണ്. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരരക്തവും നമ്മിൽ അലിഞ്ഞില്ലാതായി മാറുന്നതോടൊപ്പം നമ്മളും കർത്താവിൻ്റെ ഭാഗമായി മാറുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ കുർബാനയിൽ കർത്താവ് സന്നിഹിതനാണ്. ആ സന്നിഹിതനായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുന്നതോടൊപ്പം ഞാനും നിങ്ങളും ആരിലേക്ക് ഉൾച്ചേരുന്നു? ക്രിസ്തുവിലേക്ക്, ഈശോയിലേക്ക് ഉൾച്ചേരുന്നു. ദൈവം ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആത്മാവിൻ്റെ ഭക്ഷണമായിട്ടാണ്. ഈ ആത്മാവിൻ്റെ ഭക്ഷണം എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാൻ, പങ്കുകൊള്ളുവാൻ നമ്മെ ദൈവം അതിന് യോഗ്യരാക്കട്ടെ. അതിൻ്റെ എല്ലാ അനുഗ്രഹത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Christ in youth. ജിം കവിസെൽ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഈശോയുടെ വേഷം അഭിനയിച്ച ആളാണ് ജിം കവിസെൽ. ജിം കവിസെലിനോട് ഈ വേഷം അവതരിപ്പിക്കാമോ, ക്രിസ്തുവായിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് 33 വയസ്സായിരുന്നു. മെൽ ഗിബ്സ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റോൾ താങ്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ വലിയൊരു റിസ്ക് ആയിരിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇനി മുതൽ ഹോളിവുഡിൽ നിങ്ങൾ കണ്ടെന്ന് വരില്ല. ഇനി മുതൽ ഹോളിവുഡിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ നിങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അവസാനം ജിം കവിസെൽ ക്രിസ്തുവിനെ അഭ്രപാളികളിൽ അവതരിപ്പിക്കാൻ തയ്യാറായി കഴിയുമ്പോൾ ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ അയാൾ കടന്നുപോയി. ശരീരത്തുണ്ടായ ആഴമേറിയ മുറിവുകൾ, ക്രൂശുമരണം ചിത്രീകരിക്കപ്പെടുമ്പോൾ തണുത്തുറഞ്ഞ കാറ്റത്ത് നഗ്നനായി കിടക്കേണ്ടി വന്നപ്പോൾ ന്യൂമോണിയ ബാധിച്ച് മരണത്തിൻ്റെ വക്ക് വരെ എത്തിയ ആ മനുഷ്യൻ. അവസാനം ഈ വ്യക്തി തൻ്റെ സാക്ഷ്യം പറയുന്നത് ഇപ്രകാരമാണ്. ആ ക്രൂശുമരണം ചിത്രീകരിക്കുമ്പോൾ ഇയാൾ ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം, നേരെ എതിരെയുള്ള മലയിൽ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ദിവ്യകാരുണ്യം ഒന്ന് എഴുന്നള്ളിച്ച് വയ്ക്കണം. ആ തണുത്തുറയുന്ന സമയത്ത് നഗ്നനായി കുരിശിൽ കൈവിടർത്തി മണിക്കൂറുകളോളം ശ്വാസത്തിന് വേണ്ടി പിടയുന്ന ക്രിസ്തുവിനെ അഭ്രപാളികളെ അവതരിപ്പിക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ശ്വാസത്തിന് വേണ്ടി കേണിരുന്നു. ആ സമയത്ത് അയാൾക്ക് തുണയായി നിന്നത് നേരെ എതിർവശത്തുള്ള വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച സക്രാരി മാത്രം. പ്രിയമുള്ളവരെ, ജിം കവിസെലിൻ്റെ ജീവിതം ഒരു സാക്ഷ്യമായിരുന്നു. ആ സാക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച ഒരാളുടെ ജീവിതത്തിൽ വന്ന അടിമുടി മാറ്റത്തിൻ്റെ അവസ്ഥ. തനിക്ക് ലാഭമായി കരുതിയിരുന്ന എല്ലാത്തിനെയും നഷ്ടമാക്കിയതിൻ്റെ ഒരു കഥ. അത് അയാളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമല്ലെന്ന് വിളിച്ചോതുന്ന കഥ. നമ്മൾ ക്രൈസ്റ്റ് ഇൻ യൂത്ത് ഈ ആഴ്ച സൈൻ ഓഫ് ചെയ്യുമ്പോൾ ജിം കവിസെലിൻ്റെ ജീവിതങ്ങളും നമ്മളിവിടെ കേട്ട ജീവിതങ്ങളും എല്ലാം വിളിച്ചോതുന്ന ഒന്ന് മാത്രമാണ്. ഏറ്റവും വിലപ്പെട്ടത് എന്താണ്?
അത് ക്രിസ്തുവാണ്. ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? അത് ക്രിസ്തുവാണ്. തുടങ്ങി വെച്ചത് പൗലോസ്ലിഹായെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു. മറ്റ് വിജ്ഞാനങ്ങളൊക്കെയും മാറ്റിവെച്ച് പൗലോസ്ലിഹ കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നീടെല്ലാം ക്രിസ്തുവിനെയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട ഒന്നായി തീരട്ടെ. ടിൽ ദെൻ, സൈനിങ് ഓഫ്. ക്രൈസ്റ്റ് ഇൻ യൂത്ത്.